ഒമ്പതാം ക്ലാസ്സിലെ ടു ലൈഫ്സ് പ്രോസസ് എന്ന് പറഞ്ഞ നമ്മളെ ഫസ്റ്റ് ചാപ്റ്ററിൽ ഏറ്റവും നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് കൺഫ്യൂഷൻ ആയിട്ട് തോന്നുന്ന ഒരു ഭാഗമാണ് എന്ത് ട്രാൻസ്പോർട്ട് ഓഫ് മെറ്റീരിയൽസ് അല്ലെ പദാർത്ഥ സംവഹനം കോശസ്തരത്തിലൂടെ സെൽ മെംബ്രെയിനിലൂടെ. അപ്പോൾ ആ ഒരു 4 ടോപ്പിക് അതായത് ഓസ്മോസിസ്, ഡിഫ്യൂഷൻ, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ, ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ഇത് ഞാൻ നിങ്ങൾക്ക് ഈസി ആക്കി തരാം. അപ്പോൾ ഈ ഒരു ടോപ്പിക് എപ്പോഴും കൺഫ്യൂസിങ് ആയിട്ട് ടഫായിട്ട് തോന്നുന്ന എൻ്റെ മക്കൾ താഴെ ഒന്ന് യെസ് എന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. പക്ഷേ മിസ് ഒരു ഉറപ്പ് തരാം, ഈ വീഡിയോ കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ സ്വന്തം ശ്രുതി മിസ് നിങ്ങൾക്ക് ഈസി ആക്കി തന്നിരിക്കും. ഓക്കെ, അപ്പോൾ നോക്കിയാൽ ഫസ്റ്റ് നമ്മൾ ഓസ്മോസിസ് ആണ്. ഓസ്മോസിസ് എന്ന വാക്ക് വരുമ്പോൾ തന്നെ നിങ്ങൾ വാട്ടർ അഥവാ ജലം എന്നുള്ളൊരു സംഭവം നിങ്ങളുടെ മനസ്സിലേക്ക് ഓർക്കുക. ഓക്കെ, അപ്പൊ വെള്ളം അതിന്റെ ഹൈ കോൺസെൻട്രേഷൻ അതായത് ജലതന്മാത്രകൾ വാട്ടർ മോളിക്യൂൾസ് ഏറ്റവും കൂടുതലുള്ള ഭാഗത്ത് നിന്ന് കുറവുള്ള ഭാഗത്തേക്ക് ഒരു അർദ്ധതാര്യ സ്തരത്തിലൂടെ അഥവാ ഒരു സെമി പെർമിബിൾ മെംബ്രെയിനിലൂടെ പോകുന്നതിനെയാണ് നമ്മൾ ഓസ്മോസിസ് എന്ന് പറയുക. ഗാഢത കൂടിയ ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ സെമി പെർമിബിൾ മെംബ്രെയിൻ അഥവാ ഒരു അർദ്ധതാര്യ സ്തരത്തിലൂടെ നമ്മളെ ജലതന്മാത്രകൾ വാട്ടർ മോളിക്യൂൾസ് പോകുന്നു. കഴിഞ്ഞു, ഓസ്മോസിസ് കഴിഞ്ഞു. ഇനി അടുത്ത ആരാ? ഡിഫ്യൂഷൻ. അപ്പൊ ഡിഫ്യൂഷൻ പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയ കുറച്ച് ആൾക്കാരൊക്കെ വെച്ച് പഠിക്കാം. ചെറുതല്ല, വലുത്, അത് കുറച്ച് പ്രായമായി. ഓക്കെ, അപ്പൊ നമ്മൾ നാഫി സാറുണ്ട്, ശ്രുതി മിസ് ഉണ്ട്, മുഞ്ചിത് സാറുണ്ട്. അപ്പൊ ഞങ്ങൾ 3 ആളും കൂടെ എന്ത് ചെയ്തു? ഒന്ന് കക്കാൻ കയറി. ഓക്കെ, എജുപോർട്ടിന്റെ സ്നാക്സ് ഒക്കെ വെക്കുന്ന റൂമിൽ ഞങ്ങൾ കക്കാൻ കയറിയപ്പോൾ എന്തായി? അതിനുള്ളിൽ ആൾക്കാർ കൂടി അല്ലെ, പുറത്താണെങ്കിൽ കുറെ സ്ഥലമുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് 3 ആൾക്കും കൂടെ നിൽക്കാൻ സ്ഥലമില്ല, ശ്വാസം മുട്ട. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു? ഓരോരുത്തരായിട്ട് പുറത്തേക്ക് ഇറങ്ങി. ഓക്കെ, അപ്പൊ ഇവിടെ ഹൈ കോൺസെൻട്രേഷൻ ആയിരുന്നു അല്ലെ, ഗാഢത കൂടുതലാണ്, കാരണം 3 ആൾക്കാരാ. പുറത്തേക്ക് ഞങ്ങൾ വന്നപ്പോൾ എന്തായി? നമുക്ക് ഓക്കെ ആയി, കുറെ സ്ഥലവും നമ്മളായി. അപ്പൊ ഹയർ കോൺസെൻട്രേഷൻ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്ക്, ഗാഢത കൂടിയ ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് തന്മാത്രകൾ പോകുന്നതിനെയാണ് നമ്മൾ ഡിഫ്യൂഷൻ എന്ന് പറയാം. Okay, so process by which molecules spread from higher concentration to lower concentration. ഗാഢത കൂടിയ ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് വ്യാപിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഡിഫ്യൂഷൻ എന്ന് വിളിക്കുക. അപ്പൊ എന്തായിരിക്കും ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ? നോക്കിയേ, ഞാനും മുഞ്ചിത് സാറും നാഫി സാറും കൂടി കഴിഞ്ഞ പ്രാവശ്യം കയറി ഇറങ്ങി ആ ഒരു എക്സ്പീരിയൻസിൽ വീണ്ടും കയറി കക്കാൻ. പക്ഷെ ഇത്തവണ എന്ത് പറ്റി? ഞങ്ങൾക്ക് പെട്ടെന്ന് ഡോർ തുറക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾക്കാണെങ്കിൽ ഹയർ കോൺസെൻട്രേഷൻ ലോവർ കോൺസെൻട്രേഷനിലേക്ക് വരണം അല്ലെ, ഗാഢത കൂടിയ ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് വരണം. പക്ഷെ പറ്റുന്നില്ല, ഒറ്റയ്ക്ക് വരാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഒരു ഹെൽപ്പ് വെക്കുക. അയ്യോ, ആരെങ്കിലും ഓടി വരണേ, സഹായിക്കണേ എന്നൊക്കെ പറഞ്ഞ ഒരു ഹെൽപ്പ് വെക്കും അല്ലെ. അങ്ങനെ ഹെൽപ്പിന് വേണ്ടി വന്നിരിക്കുകയാണ് ആര്? നമ്മളെ സ്വന്തം ഡാനി സാർ. പക്ഷെ ഇവിടെ ഡാനി സാർ വെറും ഡാനി സാർ അല്ല, ആരാണ്? ചാനൽ പ്രോട്ടീൻ ആണ്. ഓക്കെ, ചാനൽ പ്രോട്ടീൻ അഥവാ നമ്മളുടെ വാഹക പ്രോട്ടീൻ ആണ്. ഓക്കെ, അപ്പൊ വാഹക പ്രോട്ടീൻ എന്ത് ചെയ്യും? ഓരോ തന്മാത്രകളെയും വേഗം വാ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? ഇപ്പുറത്തേക്ക് എത്തിച്ചു കൊടുക്കും. ഓരോരുത്തരായിട്ട് എന്ത് ചെയ്തു? എത്തിച്ചു. അപ്പൊ ഫ്രം ഹയർ കോൺസെൻട്രേഷൻ ഗാഢത കൂടിയ ഭാഗത്ത് നിന്നും ലോവർ കോൺസെൻട്രേഷൻ അഥവാ ഗാഢത കുറഞ്ഞ ഭാഗത്തേക്ക് ഒരു വാഹക പ്രോട്ടീൻ അഥവാ ഒരു ചാനൽ പ്രോട്ടീന്റെ സഹായത്തോടു കൂടി വരുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. അതായത് ഫെസിലിറ്റേറ്റഡ് എന്ന് പറഞ്ഞാൽ ആദ്യം ഹെൽപ്പ് എടുത്തു എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ആരാണ് ഹെൽപ്പ്? ചാനൽ പ്രോട്ടീൻ. അപ്പൊ ഡിഫ്യൂഷൻ തന്നെ അതിലൊരാളും കൂടി ആഡ് ആവും. ഇത് ആരുടെ സഹായത്തോടു കൂടിയാണ് ഇപ്പുറത്തേക്ക് വരിക? ചാനൽ പ്രോട്ടീൻ അഥവാ വാഹക പ്രോട്ടീൻ. ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ കിട്ടിയില്ലേ? ഇനി അടുത്തതാണ് നമ്മളുടെ നമ്മളെ സ്വന്തം ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. അപ്പൊ ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. ഇപ്രാവശ്യം എന്താണ്? ശ്രുതി മിസ് മാത്രമാണ് ഇപ്പുറത്തുള്ളത്, ബാക്കി എല്ലാവരും പുറത്താ. ഓക്കെ, അപ്പൊ ശ്രുതി മിസ് നിൽക്കുമ്പോൾ ഇവിടെ ഒരാളേ ഉള്ളൂ, ഇവിടെ കൂടുതൽ ആളാ. അപ്പൊ എനിക്ക് ഇങ്ങോട്ടാ വരണ്ടേ, ഇവരെ അടുത്തേക്ക് പോകണം. അപ്പൊ ഗാഢത കുറഞ്ഞ ഭാഗത്ത് നിന്ന് കൂടിയ ഭാഗത്തേക്കാണ് പോകേണ്ടത് അല്ലെ. ലോ ടു ഹൈ ആണ് പ്രശ്നം, ഇത് മാത്രം വ്യത്യാസമായി അല്ലെ. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, നമ്മൾ എപ്പോഴും സ്റ്റെപ്പ് ഇറങ്ങാൻ നമുക്ക് ഈസിയാ, സ്റ്റെപ്പ് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടാ അല്ലെ. അതേമാതിരി ഹൈ ടു ലോ വരാൻ കുറച്ച് അടിപൊളിയാണ്, പക്ഷെ ലോ ടു ഹൈ പോണെങ്കിൽ കുറച്ച് സഹായങ്ങൾ ആവശ്യമാണ്. അപ്പോൾ നമ്മുടെ ഡാനി സാർ പറഞ്ഞു എല്ലാ തവണയും ഞാനല്ലേ രക്ഷിക്കുന്നത്, ഈ തവണയും ഞാൻ രക്ഷിക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഡാനി സാർ ആരാ? ചാനൽ പ്രോട്ടീൻ അഥവാ വാഹക പ്രോട്ടീൻ. അപ്പോൾ അയോണുകളാണ് കേട്ടോ ഇങ്ങനെ നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ശ്രുതി മിസ് അയോണാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഡാനി സാർ അഥവാ നമ്മളെ ചാനൽ പ്രോട്ടീൻ അഥവാ വാഹക പ്രോട്ടീൻ പറഞ്ഞു ഞാൻ രക്ഷിക്കാം എന്ന് പറഞ്ഞു. പക്ഷെ പറ്റുന്നുണ്ടോ? പറ്റുന്നില്ല. അപ്പൊ ഡാനി സാർ പറഞ്ഞു എനിക്ക് കുറച്ച് എനർജി വേണം. അങ്ങനെ നമ്മൾ ഡാനി സാർ എന്ത് ചെയ്യുന്നു? ഒരു ചുറ്റിക എടുക്കുന്നു, അടിച്ചു പൊട്ടിക്കുന്നു, ശ്രുതി മിസ്സിനെ പുറത്തെത്തിക്കുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ എന്തൊക്കെ ഉപയോഗിച്ചു? നമ്മൾ ചാനൽ പ്രോട്ടീനെ ഉപയോഗിച്ചു, വാഹക പ്രോട്ടീനെ ഉപയോഗിച്ചു, പ്ലസ് നമ്മൾ എന്ത് ചെയ്തു? എനർജി ഉപയോഗിച്ചു അഥവാ ATP ഉപയോഗിച്ചു. ഓക്കെ, ഊർജം ഉപയോഗിച്ചു. അപ്പോൾ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? ഫ്രം ലോവർ കോൺസെൻട്രേഷൻ ടു ഹയർ കോൺസെൻട്രേഷൻ, ഗാഢത കുറഞ്ഞ ഭാഗത്ത് നിന്ന് കൂടിയ ഭാഗത്തേക്കാണ് പോവുക. എന്തിൻ്റെയൊക്കെ സഹായത്തോടു കൂടിയാണ്? വിത്ത് ദ ഹെൽപ്പ് ഓഫ് കാരിയർ പ്രോട്ടീൻ, വാഹക പ്രോട്ടീനുകളും അതേപോലെ തന്നെ നമ്മളുടെ എനർജി ഫ്രം ദി ATP. ഇത്രയും കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇത് നടക്കുന്നത്.
ഇത്രയേ ഉള്ളൂ നമ്മളുടെ 4 പ്രോസസ്സുകൾ. ഓക്കെ, അപ്പോൾ ഈ ഒരു ടേബിൾ നിങ്ങൾ നോക്കി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഇത് ഓർത്ത് വെക്കാൻ വേണ്ടി പറ്റും. വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ മക്കളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തെടുക്കുക. ഈസി ആയിട്ടുണ്ടെങ്കിൽ ഒരു ഫയർ ഇമോജി കമൻറ്റ് ബോക്സിൽ ഇടാം. അപ്പോൾ ഇതേപോലെ ഒരുപാട് വീഡിയോസ് വരും. ചാനൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.